അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. തിരുവോണം ഞങ്ങൾക്ക് എങ്ങനെ, അതാണ് ഞങ്ങളുടെ വീഡിയോ കേട്ടോ. തിരുവോണ സ്പെഷ്യൽ ഇടിയപ്പവും കറിയും, ഇടിയപ്പം, കടലക്കറി, നമ്മുടെ നൈമിത്രയുടെ ചമ്മന്തിപ്പൊടി, ചായ. അതെ, ചായ ഉണ്ട് കേട്ടോ. ചായ കൂടി കാണിക്കും. എൻ്റെ ചായ. ഓക്കെ, എനിക്ക് നല്ല ജോലിയൊക്കെ ഉള്ള ദിവസമാണ്. ഇതെൻ്റെതാണ്. അപ്പോൾ ഇനി എന്നെ പിന്നെ കാണിക്കാം. ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നത് പിന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇടിയപ്പം കഴിക്കാൻ പോയോ? അപ്പോൾ ഫുൾ ഓണം നമ്മൾ അടുക്കളയിലാണ്. ഓണസദ്യ ഉണ്ടാക്കുക എന്നതാണല്ലോ ഏറ്റവും വലിയൊരു ടാസ്ക്. അത് ഈ പെണ്ണുങ്ങളുടെ മേഖലയാണെന്ന് കരുതുന്നവരുമുണ്ട്, ആണുങ്ങളുടെ മേഖലയാണെന്ന് കരുതുന്നവരുമുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ കാക്കച്ചി ഇങ്ങോട്ട് കയറ്റിയിരിക്കുകയാണ്. കാക്കച്ചി വന്ന് നിന്ന് തോരനരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. എപ്പോഴും പറയണം. അമ്മച്ചി അരി അടുപ്പിടുകയാണ്. അരി നമ്മൾ പുറത്ത് വേവിക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നൈമിത്രയുടെ ഓണാശംസകളെന്നൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ നൈമിത്രയുടെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നൈമിത്രയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇത് DJ-യുടെ കുടുംബം അല്ലെങ്കിൽ നൗഷാദ് ഖാൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓണസദ്യയും പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓണസദ്യയും അല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ അമ്മച്ചിയാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ കാക്കച്ചി വന്ന് തോരൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിയലിനും സാമ്പാറിനും കാളനും അരിഞ്ഞു വെച്ചു. ഇനി കാക്കച്ചിയാണ് അരിയുന്നത്. എന്നെ ഞാൻ കാണിക്കുന്നതല്ല. ഓക്കെ, ഓണാശംസകൾ പറഞ്ഞോ. ഓണസദ്യയുടെ ഓരോ വിഭവങ്ങളാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ചേട്ടന് വരാൻ പറ്റുമെന്നും പറഞ്ഞാണ് നമ്മളിരുന്നത്. പാവ ചേട്ടന് വരാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ആ വിഷമമുണ്ട്. പിന്നെ വേറെ ചില തൊഴിൽ സംബന്ധമായ വിഷമങ്ങളും ഉണ്ട്. എങ്കിലും നമ്മൾ സദ്യ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തു. എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മച്ചി മാത്രം ഇങ്ങനെ ഓടി കിടക്കുന്നു. നമ്മൾ സെറ്റ് ചെയ്ത് ഞാൻ അരിഞ്ഞുറക്കി തന്നത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് വെച്ചോ. അപ്പോൾ നമ്മളിത് വെക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാത്തിനും വോയിസ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോയാലോ. വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തോരൻ വയ്ക്കാനായിട്ട് ആദ്യം പാൻ വെച്ച് കൊടുത്ത്, പാൻ ചൂടായപ്പോൾ നല്ല കടുകിട്ട് കൊടുത്ത്, അമരപ്പയർ തോരനാണ്. അമരപ്പയറും നമ്മുടെ പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കാക്കച്ചി അരിഞ്ഞു തന്നു, ബാക്കിയെല്ലാം ഞാൻ അരിഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അമ്മച്ചി മാത്രമേ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അമ്മച്ചത് പറഞ്ഞു ഈ ഒരു പാൻ മതി, ഈ ഒരു പാനിൽ നമുക്ക് എല്ലാം വെച്ച് പകർന്ന് മാറ്റാമെന്ന് പറഞ്ഞു. ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വെന്തുകൊണ്ടാണ്. പച്ചക്കറികളിൽ തോരൻ്റെ അമരപ്പയർ അധികം വെന്ത് പോകാതിരിക്കുന്നതാണ് ടേസ്റ്റ്. അതാണ് ഹെൽത്തിനും നല്ലത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ മാത്രം, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങ, ജീരകം ഒന്നും ചേർത്തിട്ടില്ല. ഒരു വെറൈറ്റി തോരനായിരുന്നു കേട്ടോ. എനിക്ക് ജീരകം ഒട്ടുമേ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ കഴിക്കുന്നോ അത് മാത്രമാണ് ഇന്ന് ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ തോരൻ ഇവിടെ റെഡിയാക്കി മാറ്റി. എന്നിട്ട് അവിയലിന് മുരിങ്ങക്കായും മത്തങ്ങയും ക്യാരറ്റും പച്ചക്കായും ഉരുളക്കിഴങ്ങും കടലയും എല്ലാം കൂടെ കുക്കറിൽ വേവിച്ച് ഇതിലോട്ടിട്ട് കൊടുത്തു കേട്ടോ. എളുപ്പം. അരപ്പ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടി അരച്ചതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു തക്കാളിയും അരിഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കിയെടുത്ത് സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പർ അവിയലായിരുന്നു. ഞാൻ സദ്യയൊക്കെ കഴിച്ചിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പച്ചക്കറി വേപ്പില ഇട്ടു, പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. കുക്കറിൽ എളുപ്പത്തിൽ വെച്ചതാണ് കേട്ടോ. 2 വിസിൽ കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് 3 വിസിൽ കേൾപ്പിച്ചെടുത്തതാണ്. സൂപ്പർ. കടല നേരത്തെ വേവിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിയലും മാറ്റി വെച്ച് പകർന്ന് മാറ്റി വെച്ച്. ഇനി അടുത്തത് പാൻ തന്നെ ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്, പച്ചവെള്ളത്തിലെല്ലാം കഴുകി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുകിട്ടു, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് 2ആയി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോന്നും ഞങ്ങൾ അപ്പം റെഡിയാക്കുന്ന ഒരു പ്രക്രിയയാണ് കൂട്ടുകാരെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതേ കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് അതിനെ വഴറ്റുകയാണ് കേട്ടോ. നന്നായി വഴറ്റി അതൊന്ന് പച്ചമണം മാറി അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് കടുക് പൊട്ടിക്കുന്നതിനൊരു സുഖം ഉണ്ടാവുന്നത്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട്
പയർ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പിളർന്ന പയർ പരിപ്പായിരുന്നു കേട്ടോ. ആ പയർ പരിപ്പും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ വേവിച്ച് കുക്കറിൽ തന്നെ വേവിച്ചിട്ട് 4 വിസിൽ കേൾപ്പിച്ച് എടുത്ത് ഉടച്ച് വെച്ചതാണ്. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കലക്കിയെടുത്തത് സാമ്പാർ റെഡി, പരിപ്പ് റെഡിയാക്കി മാറ്റി. ഇനി കാളൻ വയ്ക്കാനായിട്ട് ആ പാൻ തന്നെ കഴുകി പച്ച ഏത്തക്കയും ചേനയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് മുളക് പൊടിയും നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിനൊരു അബദ്ധം പറ്റി ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞാൽ കുരുമുളകും തേങ്ങയും പച്ചമുളകും മുളക് പൊടിയും എല്ലാം കൂടി കാളൻ അരച്ചിട്ട് അത് പച്ചടിക്കാണ് നമ്മൾ ചേർത്തത്. പച്ചടിയുടെ അരപ്പെടുത്ത് കാളനും ചേർത്തു. കറിവേപ്പില ഇട്ട് അടച്ചു വെച്ചപ്പോൾ അത് വരുന്നത് ഇത് പച്ചടിയുടെ അരപ്പായിരുന്നു കേട്ടോ. നമുക്ക് തിരിഞ്ഞു പോയി. അങ്ങനെ നമ്മളിത് കാളനും പച്ചടിക്കും നമ്മൾ തിരിച്ചാണ് വെച്ചത്. പാളനും കച്ചടിയായി പോയി കേട്ടോ. എന്നിട്ട് അതിലേക്ക് അരപ്പിട്ട് കൊടുത്ത് ഇളക്കി തൈര് ഒഴിച്ചെടുക്കുകയാണ്. നമ്മൾ തൈരാണ് കട്ടത്തൈര്, അതൊഴിച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ആ പണ്ടാണ്ട് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു, ചെറിയ ഉള്ളി ഇട്ടു. അങ്ങനെ പെട്ടെന്ന് വെച്ച കറികളെല്ലാം പെട്ടെന്ന് വെച്ചെടുക്കുക കേട്ടോ. നിങ്ങളെ മുഷിപ്പിക്കരുത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുഷിയരുത്. വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഈ കാളനിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാളൻ്റെ സെറ്റും റെഡിയായി. ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. നല്ലൊരു ടേസ്റ്റി കറിയാണ് കാളൻ കേട്ടോ. വിളഞ്ഞ ഏത്തയ്ക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അടുത്തത് പച്ചടിക്ക് കടുക് താളിച്ച് അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയൊക്കെ ഒഴിച്ച് കടുക് താളിച്ചിട്ട് പൈനാപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാളൻ്റെ അരപ്പാണ് പൈനാപ്പിൾ കേട്ടോ. കാളൻ അരച്ചരപ്പ് പച്ചടിയിലേക്ക് ചേർത്ത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ചെറിയ രുചിയും കൂടി ഇതിലുണ്ട്. ഒരു വെറൈറ്റി പച്ചടിയായിപ്പോയി കേട്ടോ. കച്ചടി എന്ന് വേണമെങ്കിൽ പറയാം, തേഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്ത് ഒരു കറുത്ത കളർ കുരുമുളക് അരച്ചതിൻ്റെയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ടത്തൈര് ഉടച്ച് വെച്ചിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു. നല്ല കളറിലിരിക്കേണ്ട പച്ചടിയാണ്, വേറൊരു കളറിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ പഞ്ചസാര കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് അതും മാറ്റി വയ്ക്കാം. എന്നിട്ട് പിന്നെ ആ പാണ്ടാണ് വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഒരു പാനിൽ എങ്ങനെ എല്ലാ കറിയും വയ്ക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, എല്ലാം എളുപ്പത്തിലാക്കാം. എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മളെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കണം. എല്ലാ പാത്രങ്ങളും നല്ലോണം തുടച്ച് വെച്ചിട്ട് ഈ കറികളെല്ലാം പകർന്ന് മാറ്റിയാൽ മതി. കറികൾ രാത്രിയും കഴിക്കാൻ പറ്റും, ചീത്തയാവാതെ ഇരിക്കും. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ചെറിയ ഉള്ളി ഇട്ടു. ചെറിയ ഉള്ളിയുടെ കടുകിൻ്റെ വിധി തന്നെയായിരുന്നു. എല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ എത്ര കറികൾ വെച്ചോ അത്ര കറികൾ ഇവിടെ കാണിച്ചതാണ്. ഓരോന്നിൻ്റെ റെസിപ്പി പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ വെച്ച കറികൾ നമ്മുടെ ഡേ ഇൻ മൈ ലഞ്ച് ടൈം വരെയുള്ള സമയം ലൈഫ് അതാണ് കാണിച്ചത് കേട്ടോ. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരും. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ. ഒരു 2 വലിയ തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയാണ് നമ്മുടെ സാമ്പാർ വേവിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും നമ്മൾ 4 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പ്രക്രിയയാണ്. സാമ്പാർ മസാലയാണ് നൈമിത്ര സാമ്പാർ മസാലയുടെ വേറെ ഒരു മസാലയും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായി ഇളക്കി നമുക്ക് അതിനുള്ള പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് അതിനുള്ള ആളേ ഉള്ളൂ. ഒരു ചെറിയ നെല്ലിക്കാലിപ്പത്തിലുള്ള പുളിയും ചൂടുവെള്ളവും ഒഴിച്ച് ഇതിനെ നല്ലോണം ഒന്ന് ചൂടാക്കി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. തോരൻ പരിപ്പും ക്യാരറ്റും ഉരുളക്കിഴങ്ങും മത്തങ്ങയും എല്ലാം കൂടെ വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അതും സാമ്പാറും വെച്ച് മാറ്റാം. അതിന് പപ്പടം കാച്ചാനായിട്ട് എടുത്തപ്പോൾ കാക്കച്ച് വന്നതാണ്. അവൻ എന്നിട്ട് പപ്പടം കാച്ചുന്നതും നമ്മൾ എടുത്തു. ഇനി നമുക്ക് പായസം വെക്കണ്ടേ. പായസം എളുപ്പത്തിൽ വയ്ക്കുന്ന ഇൻസ്റ്റൻറ്റ് പായസമാണ് കേട്ടോ. ഞങ്ങൾക്ക് AKWRFൻ്റെ ഓണക്കിറ്റിനോട് കിട്ടിയ പായസമാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ 5 ഗ്ലാസ് പാലിൽ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇൻസ്റ്റൻറ്റ് നമ്മുടെ വെർമസലി കൂട്ട് നമ്മുടെ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് തട്ടാം. പഞ്ചസാരയും എല്ലാം അതിലുണ്ട്.
പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ചില കുപ്രായങ്ങൾ കാണിച്ചതാണ് കേട്ടോ. അപ്പം ഞാനത് വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ പറയുന്നതൊന്നും എടുത്തില്ല. ഞാൻ അതിന് ശേഷമാണ് കുളിച്ച് റെഡിയായി ഇനി ചോറ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നല്ല ചൂടുമായിരുന്നു, മഴയും പെയ്യുന്നു, ചൂടുമായിരുന്നു ദിവസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പായസം തിളച്ച് വന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊരു 30 മിനിറ്റ് ഇളക്കി വല്ലപ്പോഴും കൂടി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. തിളപ്പിക്കാം, നന്നായി തിളച്ച് കുറുകി വരും. അപ്പോൾ നമുക്ക് നെയ്യും കൂടെ ഇട്ടാൽ നമ്മുടെ പായസം ഇവിടെ റെഡി. വേറെ ഒരു പണിയുമില്ല, ഇൻസ്റ്റൻറ്റ് പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ച് പായസം, ഇത് തന്നെ നമുക്കിവിടെ ബാക്കിയിരിക്കും കഴിക്കാൻ ആരും ഇല്ലാതെ. എന്നിട്ട് അതിലേക്ക് നമ്മളിത് നെയ്യും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം റെഡിയായി. നമ്മളിത് കുളിച്ചെടുക്കി റെഡിയായി ചോറ്റുപാത്രത്തിൻ്റെ മുന്നിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചിയും നാരങ്ങയും മാങ്ങയും അവിയലും തോരനും കാളനും പച്ചടിയും സാമ്പാറും പരിപ്പും പായസവും പപ്പടവും ഇത്രയാണ് കേട്ടോ. പിന്നെ ഉപ്പേരിയും ശർക്കര വരട്ടിയും പഴവും. ഇതാണ് നമ്മുടെ സദ്യയിൽ. നമ്മൾ പുളിശ്ശേരി വെച്ചില്ല, തൈരും കലക്കിയില്ല, രസവും വെച്ചില്ല. കാരണം ഇതൊന്നും കഴിക്കാൻ ഇവിടെ ആരുമില്ല. നമുക്ക് ഇത്രയും കറി തന്നെ ധാരാളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഓണസദ്യ കഴിക്കാത്ത എല്ലാവരെയും നമ്മൾ ഓർക്കേണ്ടതാണ്, വയനാടിനെ ഓർക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ചേട്ടനും പ്രാവശ്യം വരാം എന്ന് കരുതിയിരുന്നു, വരാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതേപോലെ പ്രവാസികളായ ഈ ഓണാഘോഷിക്കാൻ പറ്റാത്ത എല്ലാവരെയും ഓർക്കുന്നു. അപ്പോൾ പരിപ്പൊഴിച്ചു, പപ്പടം ഇട്ടു, നെയ്യൊന്നും വെച്ചില്ല. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നതാണ് കേട്ടോ. എല്ലാവരും കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സദ്യ ഉണ്ടായിരുന്നെന്നൊക്കെ പറയാം, എന്തൊക്കെ കറികളാണ് വെച്ചതെന്നൊക്കെ പറയണം കേട്ടോ. ഇനി നാളെ നമുക്ക് നോൺ വെജ് സദ്യയുണ്ട്. എല്ലാവരും പറയും നോൺ വെജ് കഴിക്കില്ല ഓണത്തിനെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരുവോണ ദിവസമാണ് നോൺ വെജ് കഴിക്കാത്തത്, അല്ലാത്ത ദിവസമൊക്കെ ഞങ്ങൾ നോൺ വെജ് കഴിക്കും. അപ്പോൾ നോൺ വെജിൻ്റെ ആൾക്കാരാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതെ. അങ്ങനെ സസ്യഭുക്കൊന്നും അല്ല, നോൺ വെജ് ഇഷ്ടമാണ്. നോൺ വെജും കൂടെ തന്നെയാണ് കഴിക്കുന്നത്. നോൺ വെജ് കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നവരോട് നോൺ വെജ് ഇഷ്ടമായ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു കാര്യമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസവും വർക്കല എല്ലാ ഭാഗത്തും ഞാൻ കണ്ടിട്ടുള്ളത് ചിക്കനും പോത്തും ഒക്കെ മേടിച്ച് കറി വെച്ച് വീട്ടിലെല്ലാവരും ഒക്കെ വരുന്നതാണ് അവിട്ട ദിവസം എന്ന് പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. ഇപ്പോൾ സാമ്പാറിനാണ് ചോറിട്ടത്, സാമ്പാറും കൂട്ടിയാണ് കഴിക്കുന്നത്. അവിയൽ പിന്നെ എടുത്ത് കഴിക്കുന്നത്. കാക്കച്ചിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, ഭയങ്കര ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞു, നല്ല സദ്യയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അടുത്ത പായസമാണ്. ഇപ്പോൾ ഷുഗറൊക്കെ പിടിച്ച ആൾക്കാർക്ക് പായസം കുടിക്കാമോ എന്ന് ചോദിച്ചാൽ ഓണമല്ലേ, കുറച്ച് കലോറിയൊക്കെ അകത്ത് തള്ളി കയറ്റിയിട്ട് പിന്നെ അവസാനം അങ്ങോട്ട് ഡയറ്റ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് പായസമൊക്കെ കുടിക്കുകയാണ്. നാളെ നമ്മൾ അടപ്പായസം വയ്ക്കണമെന്നൊക്കെ വിചാരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചോറ്റുപാത്രം മാത്രമേ ഇടുകയുള്ളൂ, അല്ലാതെ ഇങ്ങനെ റെസിപ്പി ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ എന്നും ആകുമ്പോൾ നിങ്ങൾക്ക് മടുക്കത്തില്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ലഞ്ച് ടൈം വരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ ഇവിടെ നടന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണ് എഴുതി അറിയിക്കണം. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, പോരായ്മകളുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇടത്തെ കൈ കൊണ്ട് ചോറ് തിന്നുന്നത് മോശമാണെന്ന് പറയുന്ന ആൾക്കാരോട് ദൈവം നമുക്ക് തന്ന കൈയും കാലും എല്ലാം നമ്മുടേത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൽ മോശവും ചീത്തയും നല്ലതും ഒന്നും അങ്ങനെയൊന്നുമില്ല, എല്ലാം നമ്മൾ തന്നെയാണ്. പലരും പല ഇടങ്ങളിലും പറയാറുണ്ട് വലത് കൈ കൊണ്ട് ചെയ്യണമെന്ന്. ഇടത് കൈ കൊണ്ട് ചെന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ തീറ്റ.